എല്ലാം സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം എന്നെ അത് ചെയ്ത് ഇത് ചെയ്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. തെറ്റായിട്ട് കണ്ടതെല്ലാം ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട്. അതിനനുസരിച്ചുള്ള തക്കതായ മറുപടിയൊക്കെ ഓൺ ദ സ്പോട്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ആക്ടർ അല്ലെങ്കിൽ ഒരു ആക്ട്രസ് വിചാരിച്ചാൽ അല്ലെങ്കിൽ ഒരു ഡയറക്ടർ വിചാരിച്ചാൽ ഒന്നും തകർക്കാനും പറ്റില്ല, ഒന്നും മോശമാക്കാനും പറ്റില്ല. മാത്രമല്ല സിനിമയ്ക്ക് ഒരു രീതിയുണ്ട്. ഇതും തുറന്ന് പറയാൻ നമുക്കിന്ന് മീഡിയ ഉണ്ട്, പല പല മേഖലകളുണ്ട്, ഫോൺ, എല്ലാവരുടെ കയ്യിലും ഫോണുണ്ട്. അതുപോലെ വാട്സപ്പ് പോലത്തെ ഉള്ള പെട്ടെന്ന് ന്യൂസുകൾ ലീക്ക് ചെയ്യാനും അതുപോലെ പെട്ടെന്ന് കാര്യങ്ങൾ പറയാനുമുള്ള ആപ്സ് ഉണ്ട്. ഞാൻ ബസ്സിൽ ട്രാവൽ ചെയ്തിട്ടുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ബാഡ് ടച്ചും ഗുഡ് ടച്ചും ഒക്കെ കിട്ടിയിട്ടുള്ള ഒരാളാണ്. നമ്മുടെ കൂടെ സംസാരിക്കുമ്പോൾ, നമ്മുടെ കൂടെ ഇരിക്കുമ്പോൾ എന്തായിരിക്കും അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് തിരിച്ചറിയാൻ ഏത് പെൺകുട്ടിക്കും പറ്റും. എൻ്റെ ടാലന്റിൽ ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ എനിക്കൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. എന്നെ വേണമെന്നുള്ളൊരു വിളിച്ചാൽ മതി എന്നൊരു കോൺഫിഡൻറ്റും ഇച്ചിരി ആറ്റിറ്റ്യൂഡും ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. കാരണം നല്ല കഴിവുള്ളവർക്ക്, നല്ല കലാകാരന് എപ്പോഴും ഒരു നല്ലൊരു എന്താ പറയുക, ഒരു ദൃഢനിശ്ചയം ഉണ്ടാവും. എൻ്റെ സിനിമ എന്നും സീരിയസ് ആയിട്ട് കാണുന്ന ഒരാളാണ്. സിനിമ വളരെ പ്രൊഫഷണലായിട്ട് ഞാൻ കാണുന്ന ഒരു വ്യക്തിയാണ്. വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ജോബായിട്ടാണ് ഞാൻ കാണുന്നത്. സിനിമ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ലൈക്ക് ഒരു പെട്ടെന്ന് പൈസ ഉണ്ടാക്കി ഫേമസ് ആയി അല്ലെങ്കിൽ നെയിം എടുക്കാം, ഫെയിം എടുക്കാം, അങ്ങനെ വരേണ്ട ഒരു ഇൻഡസ്ട്രി അല്ല. അവരെന്നെ സ്പേസ് എന്ന് പറയാൻ പറ്റില്ല. ലൈക്ക് നല്ലൊരു ആർട്ടിസ്റ്റിനെ അവർ യൂസ് ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയും. നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഇവന്റ് അത് നിങ്ങൾ ആഗ്രഹിക്കുന്നതിനപ്പുറം കൂടുതൽ മനോഹരമാക്കണ്ടേ? കല്യാണം, എൻഗേജ്മെന്റ്, ബർത്ത്ഡേ പാർട്ടി, കോർപ്പറേറ്റ് ഇവന്റ്സ്, അങ്ങനെ ഇവന്റ്സ് ഏതുമായിക്കോട്ടെ, വളരെ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി നിങ്ങൾ ആഗ്രഹിക്കുന്നതിനപ്പുറം അത് ഏറ്റവും സ്പെഷ്യൽ ആക്കാൻ ഇനി നിങ്ങൾക്കൊപ്പം മൈൽസ്റ്റോൺ ഇവന്റ്സ്. ഓണമേളം 2024ലേക്ക് മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മൈൽസ്റ്റോൺ ഇവന്റ്സ് പ്രസൻസ് ബി വിത്ത് രമ്യ, ആഴങ്ങളിലേക്ക് ഒരു യാത്ര, സെലിബ്രേറ്റഡ് ബൈ ഹാർഡിയോറ ഇൻ അസോസിയേഷൻ വിത്ത് സെൻസി കെയർ. ഇന്ന് ചിത്തിര. എല്ലായിടത്തും ഓണം ആഘോഷങ്ങൾ തന്നെയാണ്. നമ്മുടെ മൈൽസ്റ്റോണിൽ ഇന്നത്തെ ഈ ഒരു ചിത്തിര സ്പെഷ്യൽ ആയിട്ട് ബി വിത്ത് രമ്യയിൽ എന്നോടൊപ്പം ഉള്ളത് നമ്മുടെ ഇനയാണ്. ഹലോ ഇനയ, എന്തായി ഓണമൊക്കെ എവിടെ വരെ എത്തി? ഓണമൊക്കെ പടിപൂരമായിട്ട് പോകുന്നുണ്ട്. ഇപ്പൊ ഓണമൊക്കെ ഇവിടെ നാട്ടിൽ വരാറുണ്ടോ അതോ ഫുൾ ടൈം ചെന്നൈ തന്നെയാണോ? അല്ല ചേച്ചി, കേരളത്തിൽ വരാറുണ്ട്. ഞാൻ കേരളത്തിന് മറന്നിട്ടൊന്നുമില്ല, ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. പക്ഷെ ഓണത്തിന് കമ്പൽസറി ആയിട്ട് കേരളത്തിൽ വരും, അങ്ങനെയുണ്ടോ? കേരളത്തിൽ വന്നാലല്ലേ കേരളത്തിന്റെ ഉത്സവമാണ് ഓണം. അപ്പൊ ഓണത്തിന് കേരളത്തിൽ ഉണ്ടായാലേ ആ ഓണം വൈബ് അറിയാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും ഓണത്തിന്റെ ഫീലിംഗ്, ഓണം ഉത്സവം, ഓണം മഹോത്സവം എല്ലാം കേരളത്തിൽ വന്നാലാണ്. എനിക്ക് മലയാളി എവിടെ ഉണ്ടോ അവിടെ ഓണം ഉണ്ടാവും. ലൈക്ക് അതിനി അമേരിക്ക ആയിരുന്നാലും അപ്പൊ കേരളത്തിലാണ് ഓണം ഫീൽ ചെയ്യാൻ പറ്റുക ശരിക്കും. അപ്പൊ അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ ഓണത്തിന്റെ സമയത്ത് നാട്ടിൽ തിരുവനന്തപുരത്തേക്ക് എത്തിപ്പെടാറുണ്ട്, എല്ലാവരും ഒരുമിച്ചുണ്ടാവും. ഓക്കെ. അപ്പൊ ഓണത്തില് ശരിക്കും എന്ന് പറയുന്നത് ഓണത്തിന്റെ ഇപ്പം നമുക്ക് സിനിമ ഓണ തിയേറ്ററിലേക്ക് വരുന്ന സിനിമയിൽ തന്നെ ഇപ്പൊ ഇനയോ ഉണ്ട് അല്ലെ? നമുക്ക് ആ ഒരു വിശേഷത്തിൽ നിന്ന് തുടങ്ങാം. പറയൂ. ഗാങ്സ് ഓഫ് സുകുമാരക്കുറുപ്പ് എന്നാണ് ഈ സിനിമയുടെ പേര്. പ്രജീവ മൂവീസിന്റെ പ്രൊഡക്ഷനിൽ വരുന്ന ഒരു സിനിമയാണ്. ഇതിന്റെ ഡയറക്ടർ ഷെബി ചാവക്കാട് സാറിനോടൊപ്പം ഞാൻ ബാലതാരായിരുന്നപ്പോൾ കുറച്ച് ഷോർട്ട് ഫിലിംസുകളും ആൽബംസും ഒക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം അന്ന് സിനിമ എടുക്കുമ്പോൾ ഞാൻ വിളിക്കും, തീർച്ചയായിട്ടും ഒരു കഥാപാത്രത്തിന് ഞാൻ വിളിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് പുള്ളി എന്നെ ഓർത്ത് എന്നെ ഒരു കഥാപാത്രത്തിന് വേണ്ടി വിളിച്ചു. ഇതൊരു സ്പെഷ്യൽ റോളാണെങ്കിലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോളാണ്. അപ്പൊ ഒരു ചെറിയ സിനിമയുടെ വലിയ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഷാജി കൈലാസ് സാറിന്റെ മകൻ റുഷിൻ ഇതിലെ ഹീറോ ആയിട്ട് ഇൻട്രൊഡക്ഷൻ ആകുന്നുണ്ട്. റുഷിന്റെ കരിയറിൽ എനിക്ക് തോന്നുന്നു ഒരു നല്ലൊരു ഇൻട്രോ, ഐ മീൻ ഒരു സ്റ്റാർട്ടിംഗ് ആയിരിക്കും. സാധാരണ എല്ലാ ആക്ടേഴ്സും അവരുടെ അച്ഛന്റെ പ്രൊഡക്ഷനിലോ അല്ലെങ്കിൽ അവരുടെ ഓൺ പ്രൊഡക്ഷനിലും അല്ലെങ്കിൽ അച്ഛൻ ഡയറക്റ്റ് ചെയ്യുന്ന പടത്തിലൂടെ വരാമെന്ന് ചിന്തിക്കും ഓരോ ആർട്ടിസ്റ്റുകളൊക്കെ. പക്ഷേ റുഷിനെ സംബന്ധിച്ചിടത്തോളം റുഷിൻ ഒരു ട്രയൽ പോലെ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ റുഷിന്റെ ഒരു കരിയർ ഗ്രോത്ത് എങ്ങനെയാണെന്നുള്ളത് ഈ സിനിമ കഴിഞ്ഞിട്ട് ഒരുപാട് സിനിമകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോ റുഷിന്റെ കൂടെയുള്ള ഒരു ഗ്യാങ് ഉണ്ട്, ഫ്രണ്ട്സ് എല്ലാരും കൂടി. അത് സൂര്യ, അതുപോലെ കുറെ ക്യാരക്ടർ ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പം അവരുടെ ഒരു ഫ്രണ്ട്സിന്റെ ഒരു ഗ്യാങ്ങും ഈ സുകുമാരക്കുറുപ്പ് എന്ന് പറയുന്ന കേന്ദ്ര കഥാപാത്രം ചെയ്യുന്ന അബു സലീമിക്കയുടെ ക്യാരക്ടറാണ്. അപ്പൊ ആ ഒരു ടീമിന്റെ ഒരു സ്റ്റോറിയാണ് ഈ ഗാങ്സ് ഓഫ് സുകുമാരക്കുറുപ്പ് എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് ഇതിനകത്ത് ഒരു സെക്കൻഡ് ഹാഫിൽ ഒരു എൻക്വയറി ചെയ്യുന്ന ഒരു ACP ഉമാ ഹിരൺമയ് എന്ന് പറയുന്ന ഒരു പോലീസ് ഓഫീസറിന്റെ റോളാണ്. അപ്പൊ ഒരു ഫൺ ഫീൽഡ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. എനിക്ക് വളരെ കുറച്ച് പോർഷൻസ് ഉണ്ടായിരുന്നു. ലൈക്ക് ഒരു 3 to 5 ഡേയ്സിനുള്ളിൽ ഞാൻ ഷൂട്ട് ചെയ്ത് തീർത്തൊരു പടമാണ്. ട്രിവാൻഡ്രത്താണ് ഇതിന്റെ ഷൂട്ടിംഗ് എല്ലാം നടന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മൂവിയാണ്. ബട്ട്
ഓണത്തിന് ഇത് റിലീസ് ആവുന്നതുകൊണ്ട് കുറച്ച് എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു പടമാണ്. ഓക്കെ. പിന്നെ മാത്രമല്ല ഇപ്പൊ കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു മലയാളം സിനിമ ചെയ്യുന്നു, അതിന്റെ ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ സ്വന്തം നാട്ടിൽ തന്നെ. അപ്പൊ അതൊക്കെ ഒരു നല്ലൊരു 2019 മാമാങ്കം റിലീസ് ചെയ്തത്. പിന്നെ അതിനുശേഷം ലോക്ക്ഡൌണും പാൻഡമിക് സിറ്റുവേഷനും കാരണം സിനിമ അത്ര സജീവമായിരുന്നില്ല. അപ്പൊ ഞാൻ ചെന്നൈയില് മൂവീസ് തമിഴ് പടങ്ങളാണ് പിന്നെ 22 ശേഷം ചെയ്ത സിനിമകളെല്ലാം. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു സിനിമയിൽ ഞാനൊരു ഭാഗമാകുന്നത് ഒരു ഓൾ ഓഫ് എ സഡൻ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഭാഗമായിട്ടാണ്. പക്ഷെ ഇത് ഓണത്തിന് റിലീസ് ആവും എന്നുള്ളത് എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിപ്പോയി. അപ്പൊ എന്തായാലും നല്ല സിനിമയായി മാറുമെന്ന് വിചാരിക്കുന്നു. യെസ്, അങ്ങനെ തന്നെ ആവട്ടെ. ഞാൻ വേറൊന്ന് ചോദിക്കാം, ഇത്രയും വലിയൊരു കരിയറിൽ ഇപ്പൊ ഞാനും ഇനയും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഏകദേശം എനിക്കൊരു 18-20 ഇയേഴ്സോളം ഞങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാരാണ്, അത്രയും നാളുകൾ അറിയാം. അപ്പൊ എനിക്കറിയുന്ന അന്ന് മുതൽ ടിൽ ഡേറ്റ് ഇന്നും ഇൻഡസ്ട്രിയിൽ അതേപോലെ തന്നെ ആക്റ്റീവാണ്. ഒരുപക്ഷെ മലയാളികൾക്ക് ഇനയെ വലിയ പരിചയം കാണില്ല, ഇവിടെ അധികം സിനിമ ചെയ്യുന്നില്ലാത്തത് കൊണ്ട്. പക്ഷെ അവിടെ തമിഴ്, തെലുങ്ക്, കന്നഡയൊക്കെ ആയിട്ട് ഒരുപാട് ബിസിയാണ്. അപ്പൊ ഇങ്ങനെ വന്ന ഈ ഒരു 20 ഇയേഴ്സ് ആയിട്ടും ഇൻഡസ്ട്രിയിൽ ഇത്രയും നല്ല രീതിയിൽ നിൽക്കാൻ പറ്റുന്നതൊക്കെ, ഈ പേര് മാറ്റവും ഇങ്ങനെ നിൽക്കുന്നതും ഇതൊക്കെ തമ്മിൽ എന്തെങ്കിലും ഒരു ഇതായിട്ട് തോന്നുന്നുണ്ടോ? അതില് പേര് മാറിയത് കൊണ്ടാണ് എനിക്ക് ഇത്രയും നല്ല ഓഫേഴ്സ് വന്നോന്നോ, അല്ലെങ്കിൽ ഈ രാശി മാറുക എന്നൊക്കെ പറയില്ലേ, അത് വിശ്വസിക്കുന്നുണ്ട്. സിനിമയിൽ വന്നതിന് ശേഷമാണ് ഞാൻ ഈ ആസ്ട്രോളജിയിലും അതുപോലെ കൂടുതൽ ഡിവോഷണൽ ആകുന്നതും കൂടുതൽ സ്പിരിച്വൽ ആകുന്നതും ഒക്കെ സിനിമയിൽ വന്നതിന് ശേഷം. കാരണം ഓരോ വിശ്വാസങ്ങളാണ്. തീർച്ചയായിട്ടും. അപ്പം സിനിമയിൽ വരുന്നതിന് മുന്നേ ശ്രുതി എന്ന് പറയുന്ന ഒരു കോമൺ ഗേൾ ആയിരുന്നു. ഒരു എല്ലാവരും പോലെ ഒരു സ്കൂൾ ഗോയിങ് നോർമൽ ഗേൾ. അപ്പൊ അതിൽ നിന്ന് ഒരു സ്റ്റാർ ആയിട്ട് വന്നത്, ഉത്ഭവിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. ഈ ശ്രുതിയിൽ നിന്നാണ് എനിക്ക് പരിചയം. ശ്രുതിയും സ്വാതിയും. സ്വാതി ശ്രുതി, മൂത്ത ചേച്ചിയുടെ പേര് സ്വാതി. സ്വാതി ശ്രുതിനെയാണ് എനിക്ക് പരിചയം. അതിൽ നിന്നും കേട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് മൂവീസിൽ ആക്റ്റീവ് ആയി തുടങ്ങിയപ്പോഴത്തേക്കാണ് ഞാൻ അറിയുന്നത് ഈ ശ്രുതി എന്നുള്ള പേരും ഞാൻ മാറ്റുന്നു, ഇനയ എന്നുള്ള പുതിയ പേര്. ആക്ച്വലി എന്റെ ഫസ്റ്റ് സിനിമയുടെ ഡയറക്ടർ സർഗുണം സാർ മാറ്റിയ പേരാണ്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ശ്രുതി ഒരു കോമൺ നെയിം, പുള്ളി എന്നെ ശ്രുതി എന്ന് വിളിക്കാറില്ല. അപ്പൊ പുള്ളി പറഞ്ഞു ഞാൻ എന്തായാലും സിനിമ തീരുന്നതിനകത്ത് വെച്ച് ഇനിയൊക്കെ ഒരു പേരിടും എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി ഇട്ട പേരാണ് ഇനിയ. ഇറ്റ്സ് എ തമിഴിയൻ വേർഡ് ആണ്, ഇനിപ്പ് സ്വീറ്റ് മധുരം എന്നൊക്കെ. അപ്പൊ ഇൻട്രൊഡ്യൂസിങ് ഇനിയ ആസ് ഹീറോയിൻ ഇൻ ദിസ് ഫിലിം എന്നൊക്കെ പറഞ്ഞ് ബിഗ് സ്ക്രീനിലൊക്കെ എഴുതി കാണിച്ചപ്പോ നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ അതിൽ വിശ്വസിക്കുന്നുണ്ട്, ഒരു പേരിൽ ഒരു മാറ്റം വരുമ്പോഴത്തേക്ക് നമ്മുടെ കരിയർ തന്നെ അല്ലെ നമ്മുടെ ലൈഫ് തന്നെ അങ്ങ് മാറിപ്പോവാന്നുള്ള ക്യാച്ചി ആയിട്ടുള്ള ഒരു നെയിമാണ് ആക്ച്വലി. ശ്രുതി എന്ന് പറയുമ്പം ആ സാറ് പറഞ്ഞ പോലെ ഒരു കോമൺ പീപ്പിളിൽ ഒരാളായിട്ട് ഞാൻ മാറിയനായിരുന്നു. അപ്പൊ ഇനിയ എന്ന് പറയുന്നത് ഒരു ക്യാച്ചി ആയിട്ടുള്ള നെയിമാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഒരു അട്രാക്ഷൻ ക്രിയേറ്റ് ആയത്. അത് മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പേരാണ്. ഇറ്റ്സ് എ ലൈറ്റ് ആൻഡ് ഈസി പറയാനും അതുപോലെ റെയർ ആയിട്ടുള്ള ഒരു പേരും കൂടിയാണ്. അപ്പൊ അങ്ങനെ നോക്കിയപ്പം പേര് മാറ്റം ഒരു വലിയ ഇമ്പാക്ട് തന്നെ എനിക്ക് എന്റെ കരിയറിന് ഉണ്ടായി. നല്ല കാര്യങ്ങളാണ് കൂടുതലും. അതിനുശേഷം പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഇൻഡസ്ട്രിയിൽ ബാക്ക് ടു ബാക്ക് ബിസി ആയി. 2014 വരെ തമിഴിലും പിന്നെ മലയാളത്തിലേക്ക് വന്നു. മലയാളത്തിൽ ഞാൻ അവിടെ ഹീറോയിൻ ആയതിനു ശേഷമാണ് പിന്നെ മലയാളത്തിൽ സജീവമാവുന്നത്. അതിന് മുന്നേ ഞാൻ ഷോർട്ട് ഫിലിംസും അതുപോലെ ഡാൻസ് പ്രോഗ്രാമിലും ഈവൻസും പിന്നെ മോഡലിംഗ് ഒക്കെ ചെയ്ത സമയത്താണ് കേരളത്തിൽ അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ അവിടുന്ന് പിന്നെ ഇങ്ങോട്ട് വരവെന്ന് പറയുന്നത് ഒരു നായിക പദവി എടുത്തിട്ടാണ് വരുന്നത്. അപ്പോൾ എനിക്ക് കേരളത്തിലേക്ക് വരുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു റെസ്പെക്റ്റും, ഒരു സ്റ്റാർ ആണ് അല്ലെ ഒരു തമിഴ് നടി, തെന്നിന്ത്യൻ താരം വരുന്നു എന്നുള്ള ഒരു ഫെസിലിറ്റീസും റെസ്പെക്റ്റും ഒക്കെ കൂടുതലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇപ്പം അതിനുശേഷം ഇപ്പൊ ഈ പറയുന്ന പോലെ ഇങ്ങനെ ഒരു മാറ്റം വന്നതിന് ശേഷവും നമ്മൾ മലയാള സിനിമയിലെ കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഇനി ഒരുപാട് അങ്ങനെ ചിത്രങ്ങൾ ചെയ്തു എന്ന് നമുക്ക് ഇല്ല. വളരെ കുറച്ച് ചിത്രങ്ങളാണ് ചെയ്തിരിക്കുന്നത്, സെലക്റ്റീവ് ആണ്. അതിൽ തന്നെയും ചെയ്തിരിക്കുന്നതിൽ ചിലത് ബീച്ചോന്റെ കൂടെയുള്ള മൂവി, അതെ, അതിലെ വേറെ 1-2 മൂവിയിലൊക്കെ നമുക്ക് പറയാൻ പോയാൽ ഇതൊക്കെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന കഥാപാത്രങ്ങളാണ്. നമ്മൾ അതിൽ ശ്രദ്ധിക്കും. അതിൽ ഇനിയെ പോയിരിക്കുന്നതിൽ നമ്മൾ ഇനിയെ അവിടെ ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനത്തെ കുറച്ച് മൂവീസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്തിരുന്നിട്ട് പോലും നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ വേണ്ട ഒരു സ്പേസ് കിട്ടിയില്ല എന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു തോന്നലുണ്ടായിട്ടുണ്ടോ? സ്പേസ് കിട്ടിയില്ല എന്ന് തോന്നിയിട്ടില്ല. അവരെന്നെ സ്പേസ് എന്ന് പറയാൻ പറ്റില്ല. ലൈക്ക് നല്ലൊരു ആർട്ടിസ്റ്റിനെ അവർ യൂസ് ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയും. അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അല്ലെങ്കിൽ ഏത് നല്ല നടിക്കും അഭിനയിക്കാനുള്ള കഴിവുണ്ട്, അല്ലെങ്കിൽ അത് സ്വീകരിക്കാൻ ആൾക്കാരും ഉണ്ട്. പക്ഷെ നല്ല അഭിനേതാക്കളെ അവര് ഇപ്പൊ ഒരു ഡയറക്ടറിന് ഒരു പടം ചെയ്യുമ്പം കാസ്റ്റിംഗിൽ ഒരുപാട് ഓപ്ഷൻസ് വരും. ഒരു ഇത്ര 10 പേര് ലിസ്റ്റിലുണ്ടാവും. ആദ്യത്തെ 5 പേര് ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞ് പിന്നെ 3 പേര് ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് അവസാനം ഒന്നിലേക്ക് എത്തുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പം തലനാരിഴയിലൂടെ ചില പ്രോജക്റ്റുകളൊക്കെ മിസ്സായിട്ടുണ്ട്. വലിയ വലിയ പ്രോജക്റ്റുകളൊക്കെ മിസ്സായിട്ടുണ്ട്. പക്ഷെ മലയാളം സിനിമ
ഞാൻ കൂടുതലും ചൂസ് ചെയ്യാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെന്നൈയിലാണ് സെറ്റിൽഡ്. അപ്പം തമിഴിലൂടെയാണ് എനിക്ക് ഇൻട്രൊഡക്ഷൻ ആയതും വരവേൽപ്പ് കിട്ടിയതും അംഗീകാരങ്ങൾ കിട്ടിയതും. കൂടുതലും തമിഴിലാണ് എൻ്റെ കരിയർ ഗ്രാഫ് തന്നെ സ്റ്റാർട്ട് ആവുന്നത്. അപ്പോൾ അടുത്തടുത്ത പ്രോജക്ട്സും കമ്മിറ്റ്മെന്റുകളൊക്കെ തമിഴിലും തെലുങ്കിലും ഒക്കെ. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് പല സ്ഥലത്തായിട്ട് പോവുകയാണ്. അപ്പോൾ കേരളം മറന്നു പോകരുത്, നമ്മുടെ മലയാളം മറന്നു പോകരുത് എന്നുള്ള രീതിയിലാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓരോ പടങ്ങൾ പർപ്പസ്ഫുള്ളി ഞാൻ കമ്മിറ്റ് ചെയ്ത് ചെയ്യുന്നത്, മലയാളി ഓഡിയൻസും മറന്നു പോകരുത് എന്നുള്ളത്. പക്ഷെ ചില സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് വലിയ വലിയ ചിത്രങ്ങളിൽ നിന്ന് എന്നെ മാറ്റുന്നതും, അതുപോലെ പറഞ്ഞു വെച്ചിട്ട് ഡേറ്റ്സ് മാറ്റും, അല്ലെങ്കിൽ പറഞ്ഞു വെച്ചിട്ട് കഥാപാത്രം മാറ്റും, എടുത്തിട്ട് ഷൂട്ട് ചെയ്ത് കട്ട് ചെയ്ത് കളയുക, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ അത് സ്വാഭാവികം, ഏത് സിനിമ എടുത്താലും അതിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. പക്ഷെ അതിലൊന്നും ഞാൻ വറീഡൊന്നുമല്ല. ഞാൻ എന്റെ ഫോക്കസ് എന്താണോ അതിനനുസരിച്ച് ഞാൻ അത് നോക്കി പോകുന്നുണ്ട്. ഞാൻ വളരെ സെലക്റ്റീവ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ചെയ്യുന്ന കഥാപാത്രങ്ങൾക്കെല്ലാം അംഗീകാരങ്ങൾ കിട്ടുന്നുണ്ട്, അവാർഡ്സ് കിട്ടുന്നുണ്ട്. പെങ്ങളിലെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ്സ് കിട്ടി. അതുപോലെ തമിഴ് സിനിമയ്ക്കും സ്റ്റേറ്റ് അവാർഡ് കിട്ടി. പിന്നെ ക്രിട്ടിക്കൽ അക്ലെയിം ആയിരുന്നാലും ഒരുപാട് ഫിലിം ഫെയർ അവാർഡ്സ്, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ സാധിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ ഫീൽ ഒന്നുമില്ല എനിക്ക് ഇന്നത് ചെയ്യാൻ പറ്റിയില്ല അല്ലെങ്കിൽ ഇന്നത്. മമ്മൂക്കയുടെ കൂടെ മൂന്നോ നാലോ സിനിമയോളം ചെയ്തു. 3 സിനിമ അല്ലേ? മമ്മൂക്കയുടെ ഇപ്പൊ 3 സിനിമ ചെയ്ത ഒരാള് ഇതേപോലെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഇപ്പൊ പറഞ്ഞ പോലെ മെയിൻ ആയിട്ടുള്ള കുറച്ച് പ്രൊജക്ടുകളിൽ നിന്നും അവർ ഡേറ്റ് മാറ്റി എന്നൊക്കെ പറഞ്ഞ് തള്ളി. എല്ലാ ഫീൽഡിലും, നമ്മളിപ്പോ സിനിമ ഇൻഡസ്ട്രി മാത്രമല്ല, എല്ലാ ഇൻഡസ്ട്രിയിലും പൊളിറ്റിക്സ് ഉണ്ട്, എല്ലാ ഇൻഡസ്ട്രിയിലും അണ്ടർപ്ലേ ഉണ്ട്, ഡ്രാമ ഉണ്ട്, എവറിത്തിങ് ഈസ് ദെയർ. പക്ഷെ അതുകൊണ്ട് ഞാൻ അത് മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എനിക്ക് വേറെ എന്റെ ജീവിതത്തിലേക്ക് ഫോക്കസ് ചെയ്യാൻ ഞാൻ ചിലപ്പോൾ മറന്നു. അതുകൊണ്ട് എനിക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നത് എവിടെയാണ്, ലൈക്ക് വെദർ ഇറ്റ് ഇസ് തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ, ഏത് ലാംഗ്വേജ് ആയിരുന്നാലും എനിക്ക് കിട്ടുന്ന സ്ഥലത്ത് ഞാൻ എന്റെ ടാലന്റ് പോയി ഞാൻ ഷോക്കേസ് ചെയ്യും തീർച്ചയായിട്ടും. അപ്പൊ ഇവിടെ കൂടുതൽ ചിത്രങ്ങൾ എന്നെ വിളിക്കുകയാണെങ്കിൽ ഇവിടെ കൂടുതൽ ചിത്രങ്ങൾ ഞാൻ ചെയ്യാൻ തയ്യാറാണ്. പിന്നെ മലയാളം സിനിമയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു ഇപ്പൊ പറയുന്ന റീസെന്റ് ആയിട്ട് പറയുന്ന കുറെ ഇഷ്യൂസ് ഉണ്ട്, ഗ്രൂപ്പ് കാര്യങ്ങളൊക്കെ. അപ്പൊ ആ ഗ്രൂപ്പിസം എനിക്ക് മുമ്പ് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിലുള്ള ടീമുകൾ മാത്രം പടങ്ങൾ ചെയ്യുക, അവരുടെ ടീം ഫ്രണ്ട്ഷിപ്പ് മാത്രം റിപ്പീറ്റഡ് ആയിട്ട് അവരെ കാസ്റ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ. ഗ്രൂപ്പിസാണ് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ പവർ ഗ്രൂപ്പ് അല്ല. പവർ ഗ്രൂപ്പ് അല്ല, ഗ്രൂപ്പിസം. ഞാൻ ഈ പവർ ഗ്രൂപ്പ് എന്താണെന്ന് എനിക്ക് അറിയില്ല ആക്ച്വലി. വാട്ട് ഇസ് ദാറ്റ് മീനിങ് എനിക്ക് മനസ്സിലാവുന്നില്ല. ബിക്കോസ് അതിലൊന്നും ഞാൻ അഫക്റ്റ് ആയിട്ടില്ല. അതുപോലെ ഇപ്പൊ ഈ സമൂഹത്തിൽ നടക്കുന്ന റീസെന്റ് ആയിട്ട് നടന്ന ഇഷ്യൂസിലായിരുന്നാലും ഞാൻ അതിൽ അഫക്റ്റ് ആയിട്ടില്ല. എനിക്ക് അങ്ങനത്തെ യാതൊരു തിക്ത അനുഭവങ്ങളോ മോശം അനുഭവങ്ങളോ ഒരിക്കലും. സിനിമ എന്നും സീരിയസ് ആയിട്ട് കാണുന്ന ഒരാളാണ്. സിനിമ വളരെ പ്രൊഫഷണൽ ആയിട്ട് ഞാൻ കാണുന്ന ഒരു വ്യക്തിയാണ്. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ജോബായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പൊ എന്റെ ചുറ്റിനും എപ്പോഴും സേഫ് സോൺ ആയിട്ട് കുറെ ആൾക്കാരുണ്ടായിട്ടുണ്ട്, ചോദിക്കാനും പറയാനും ആൾക്കാരുണ്ടായിട്ടുണ്ട്. തെറ്റായിട്ട് കണ്ടതെല്ലാം ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട്. അതിനനുസരിച്ചുള്ള തക്കതായ മറുപടിയൊക്കെ ഓൺ ദ സ്പോട്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങനെ വലിയ തിക്ത അനുഭവങ്ങൾ കൊടുത്തത് കൊണ്ട് ചിലപ്പം ചാൻസുകൾ മിസ്സാവുകയോ അല്ലെങ്കിൽ തഴയപ്പെടുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചാൻസിന് വേണ്ടി ഇങ്ങനെ ദാഹിച്ചു നടക്കുന്ന ഒരാളായിരുന്നില്ല. ഒരിക്കലും അങ്ങനെ ആയിരുന്നില്ല. ഞാൻ വാണ്ടഡ് ആയിട്ട് പോയിട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുക അങ്ങനെ ചെയ്യില്ല. ഇപ്പൊ ഞാൻ എന്റെ കോൺഫിഡന്റിൽ ഞാൻ എന്റെ ടാലന്റിൽ ഞാൻ ഭയങ്കര കോൺഫിഡന്റ് ആണ്. അതുകൊണ്ട് തന്നെ എനിക്കൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്, എന്നെ വേണമെന്നുള്ളൊരു വിളിച്ചാൽ മതി എന്നൊരു കോൺഫിഡന്റും ഇച്ചിരി ആറ്റിറ്റ്യൂഡ് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. കാരണം നല്ല കഴിവുള്ളവർക്ക്, നല്ല കലാകാരന് എപ്പോഴും ഒരു നല്ലൊരു എന്താ പറയാ, ഒരു ദൃഢനിശ്ചയം ഉണ്ടാവും എന്തായാലും. ഞാൻ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഐ എം കോൺഫിഡന്റ് ഇനഫ് എന്നുള്ളത്. അപ്പൊ അതിനനുസരിച്ച് ഒരു നല്ല കലാകാരന് അതിനനുസരിച്ചുള്ള ഒരു ആറ്റിറ്റ്യൂഡും വരും. അപ്പൊ എന്നെ വേണമെന്നുള്ളവർ വിളിച്ചാൽ മതി എന്നുള്ളത്. എനിക്ക് വലിയ വലിയ സിനിമകളൊക്കെ ചിലത് മിസ് ആവുമ്പോൾ ഞാൻ വിചാരിക്കും, ഓ യു ലോസ്റ്റ് എ ഗുഡ് ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ അതിങ്ങനെ നെഗ്ലിജൻസ് ചെയ്തിട്ട് ഞാൻ അടുത്ത പ്രോജക്റ്റിലേക്ക് ഞാൻ പോകും. എന്നെ വറി ചെയ്യുന്നില്ല ആ കാര്യങ്ങളും. മാത്രല്ല നേരത്തെ ഇനി പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പണത്തിനോട് ആർത്തിയില്ല. എനിക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഞാൻ ഒരുപാട് പല കാര്യങ്ങളും ചെയ്ത് പണം ഉണ്ടാക്കാം. ഇത് പണത്തിനോട് എനിക്ക് നല്ല സിനിമയോടുള്ള യഥാർത്ഥ താല്പര്യവും അതിനോടുള്ള ഒരു പാഷനും ഉള്ളത് കൊണ്ട് ഞാൻ സിനിമ ചെയ്യുന്നു. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഒരു പെട്ടെന്ന് പൈസ ഉണ്ടാക്കി ഫേമസ് ആയി അല്ലെങ്കിൽ നെയിം എടുക്കാം, ഫെയിം എടുക്കാം, അങ്ങനെ വരേണ്ട ഒരു ഇൻഡസ്ട്രി അല്ല. അതിന് എനിക്ക് തോന്നുന്നു ഷോർട്ട് കട്ട്സ് ഇല്ല സിനിമയിൽ. ഷോർട്ട് കട്ട്സ് ഇല്ല. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം, നന്നായിട്ട് പാഷനേറ്റ് ആയിരിക്കണം, നന്നായിട്ട് എഫേർട്ട് ഇടണം. അതുപോലെ നമ്മൾ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം പല കാര്യങ്ങൾ. പല ക്യാരക്ടറിന് വേണ്ടിയിട്ട് ലുക്സും ഗെറ്റപ്പും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മൾ നല്ലോണം ഡയറ്റും എക്സസൈസും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് എഫേർട്ട് ഇടണം. പിന്നെ നല്ല പേഷ്യൻസ് ആയിരിക്കണം. ലൈക്ക് ഒരു സിനിമ തീരുന്ന വരെയോ അല്ലെങ്കിൽ ഒരു ഷൂട്ടിംഗ് തീരുന്ന വരെയോ, ഡേ ടൈം ചിലപ്പം നൈറ്റ് ആവും ഷൂട്ടിംഗ് കഴിയാൻ. അപ്പൊ അത്രയും ക്ഷമ വേണം, പേഷ്യൻസ് വേണം. വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യേണ്ട ഒരു പ്രൊഫഷനാണ്. നോട്ട് ഓൺലി ആക്ടേഴ്സ്, ഞാൻ ആക്ടേഴ്സിന്റെ കാര്യം മാത്രമല്ല പറയുന്നത്,
ഇതിൽ സിനിമയിൽ എനിക്ക് തോന്നുന്നു 30-31 ഡിപ്പാർട്ട്മെന്റോളം കോർ ടീമുണ്ട്, കോർ മേഖലയുണ്ട്. അതിന് 142 ഡിപ്പാർട്ട്മെന്റിന് മേലെ സബ് ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. അപ്പൊ അത്രയും പേര് ചേരുന്ന ഒരു മേഖലയാണ് സിനിമ എന്ന് പറയുന്നത്. അപ്പൊ നോട്ട് ഓൺലി ഒരു ആക്ടർ അല്ലെങ്കിൽ ഒരു ആക്ട്രസ് വിചാരിച്ചാൽ അല്ലെങ്കിൽ ഒരു ഡയറക്ടർ വിചാരിച്ചാൽ ഒന്നും തകർക്കാനും പറ്റില്ല, ഒന്നും മോശമാക്കാനും പറ്റില്ല. മാത്രമല്ല സിനിമയ്ക്ക് ഒരു രീതിയുണ്ട്, ഈ കലയ്ക്ക് ഒരു രീതിയുണ്ട്. അത് എല്ലാ കലാരംഗം, ജോലി, അങ്ങനെ ഓരോ സംരംഭത്തിനും അതിൻ്റെതായുള്ള രീതികളുണ്ട്. അതുപോലെ സിനിമയ്ക്ക് ഒരു രീതിയുണ്ട്. അപ്പൊ അത് ശരിക്കും പാഷനേറ്റ് ആയിട്ട് ഇൻവോൾവ് ആയിട്ടിരിക്കുന്നവർക്ക് ഒരിക്കലും നെഗറ്റീവായിട്ട് ബാധിക്കില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്കിതുവരെ ഒരു രീതിയിലുള്ള തിക്താനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഗോഡ്സ് ഗ്രേസ്. ലൈക്ക് ഞാൻ എപ്പോഴും വിചാരിക്കും, ഞാൻ എപ്പോഴും സെയിം ഹാൻഡ്സിലാണ്. എൻ്റെ ഫസ്റ്റ് സിനിമ റിലീസ് ആയതിനു ശേഷം എനിക്ക് പിന്നെ വന്നിട്ടുള്ള ഓരോ ഓഫറുകളും എൻ്റെ ഒരു കൂടെ വർക്ക് ചെയ്തവർ തന്നെ കണക്ട് ചെയ്ത് തന്നിട്ടുള്ളത്. ഒരു അസിസ്റ്റന്റ് ഡയറക്ടറോ കോ ഡയറക്ടറോ അല്ലെങ്കിൽ ഒരു ക്യാമറാമാനോ ഒക്കെ പറഞ്ഞിട്ടാണ് അടുത്ത വർക്ക് വരുന്നത്. ഞാനായിട്ട് ഒരു ഓഫീസിലും പോയി കുത്തിയിരുന്ന് ചാൻസ് ചോദിച്ച് വാങ്ങിക്കുക, അല്ലെങ്കിൽ എന്നെ എങ്ങനെയെങ്കിലും ചാൻസ് എടുക്കൂ സിനിമയിൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ എല്ലാത്തിനും തയ്യാറായിട്ട് ഞാൻ അവരെ അപ്രോച്ച് ചെയ്യുക, അങ്ങനെയൊന്നും എനിക്ക് വന്നിട്ടില്ല. അപ്പോൺ ഗോഡ്സ് ഗ്രേസ്. അതുകൊണ്ടായിരിക്കണം. പക്ഷേ ഹാവിങ് സെഡ് ദാറ്റ്, ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ആണെങ്കിൽ പോലും മണിക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടല്ലേ. മണിക്ക് പകരം വെക്കാൻ നമുക്ക് പൈസ തന്നെ വേണം. അവിടെ നമുക്ക് എന്തെന്നൊക്കെ പറഞ്ഞാലും മുന്നോട്ട് ജീവിക്കണമെങ്കിലും നമ്മുടെ നിങ്ങളിപ്പോൾ ഒരു ലൈഫ് സ്റ്റൈൽ നമ്മളൊന്ന് എത്തിക്കഴിഞ്ഞാൽ അത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിലും എല്ലാം അവിടെ നമുക്ക് അപ്പം അവിടെ പൈസ ആവശ്യം തന്നെയാണ്. അപ്പം നമ്മൾ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അവിടെ ഓഫേഴ്സ് വന്നില്ല എന്ന് വെക്കുക, അല്ലെങ്കിൽ ഇതിപ്പം എല്ലാം കൂടി ഒരു ഇപ്പം പറഞ്ഞ പോലെ തന്നെ ഗോഡ്സ് ഗ്രേസും കൂടിയാണ് പല കാര്യങ്ങളും. എല്ലാവർക്കും ചിലപ്പം അതേപോലെ ആ ലക്ക് ഉണ്ടാവണം, എല്ലാം ഫേവറബിൾ ആയിട്ട് സിറ്റുവേഷനിൽ വരണമെന്നില്ല. ചില ആൾക്കാർക്ക് അങ്ങനെ വന്നില്ലെങ്കിൽ ശരിക്കും അവിടെ ഈ പറയുന്ന നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിനൊക്കെ ആയിക്കോട്ടെ പൈസ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ്. അപ്പോൾ എപ്പോഴും ഒരു കാര്യത്തിന് വേണ്ടി മാത്രം അറ്റാച്ച്ഡ് ആയിട്ട് ഇരിക്കാതിരിക്കുക. ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ്, നമുക്ക് ഇപ്പം ഒരു പർട്ടിക്കുലർ കാര്യം നടന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടന്നില്ലല്ലോ, അല്ലെങ്കിൽ അത് ഇതിങ്ങനെ ആയില്ലല്ലോ, അങ്ങനെ ആയില്ലോ എന്ന് വിചാരിച്ചിരിക്കാതെ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഒരുപാട് വേദിയുണ്ട്. ഓപ്പർച്യൂണിറ്റീസ്, ഓൾ ഗേറ്റ്സ് ആർ ഓപ്പൺ ആക്ച്വലി. നമുക്ക് ഏത് മേഖല വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. പൈസ ഉണ്ടാക്കാൻ സിനിമയിൽ വന്നാൽ മാത്രമേ പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നല്ല, ഒരുപാട് ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും ചെയ്യാം നമുക്ക്. അത് എനിക്ക് അറിയുന്ന സമയം മുതൽ ഈ പറയുന്ന പോലെ ഡാൻസിൽ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു, മോഡലിംഗിൽ ഒരുപാട് ആക്റ്റീവ് ആയിരുന്നു ആ സമയത്തൊക്കെ. അപ്പൊ അന്ന് പലരെയും അന്ന് എത്രത്തോളം ആൾക്കാർ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയോ അതിലേറെ ആൾക്കാർ ഇന്നിപ്പം എനിക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം ഇന്നിപ്പോ ശരിക്കും അന്നത്തെക്കാളും സ്റ്റാർഡം, ആ സെലിബ്രിറ്റി സ്റ്റേറ്റസ് അതൊക്കെ ഇന്നിപ്പോ ഗ്രോ ചെയ്തിരിക്കുകയാണ് അല്ലേ. അപ്പൊ ഇന്നിപ്പം സെയിം തിങ് ഫാഷൻ മോഡലിംഗ് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന സംഭവങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്നിപ്പം ഇനിയനെ കാണുമ്പോഴും ഇതൊക്കെ ചെയ്യുമ്പോഴും ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ആണെങ്കിലും ഒരുപാട് ഇന്നിപ്പോൾ ഇതിനോട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഗേൾസ് ഉണ്ടല്ലോ. അവർക്കും കൂടെ എന്തെങ്കിലും ഈ പറയുന്ന പോലെ ഒരു ഹെൽപ്പ് ആയെങ്കിലോ എന്നോർത്ത് ഞാൻ ചോദിക്കുകയാണ്. തോട്ട് പറയാനാണോ? അല്ലല്ല, അതോർത്ത് ചോദിക്കുകയാണ്. ഇപ്പം അന്ന് ഞാൻ നേരത്തെ ഓർമ്മയിൽ കേട്ടിട്ടുണ്ട്, ഇനി അന്നത്തെ കാലത്ത് പണ്ട് ഏതോ ഒരു സെലിബ്രിറ്റി ഫാഷൻ ഫോട്ടോഗ്രാഫർ വഴി ഇങ്ങനെ ഒരു മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് അത് എന്നുള്ള ഒരു സംഭവം. ഇന്നിപ്പം എങ്ങനെയാണ് ആ ഒരു ഫീൽഡിലും? അന്ന് ഒരു മാഗസീനിന് വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്തതാണ്, പഴയ കാര്യമാണത്. ആക്ച്വലി പഴയ കാര്യങ്ങൾ അത് കഴിഞ്ഞു, അതിനെ കുറിച്ച് ഇനി പറയേണ്ട കാര്യമില്ല. അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിലേക്ക് ഈ ഗ്ലാമർ എന്ന് പറയുന്നത് ചെയ്യാൻ ഒരുപാട് പേര് തയ്യാറാവില്ല. അപ്പൊ ഈ ഗ്ലാമർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ഈ നേരത്തെ പറഞ്ഞ പോലെ ഐറ്റം ഡാൻസേഴ്സിനെ സ്പെഷ്യൽ ആൾക്കാരൊക്കെ കൊണ്ടുവരും. അപ്പൊ ഗ്ലാമർ സീൻസ്, അപ്പൊ ഹീറോയിൻസുകൾ ഗ്ലാമർ സീൻസ് ചെയ്യുന്നത് വളരെ ചുരുക്കമാണ്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ബെഡ്റൂം സീൻ ആയിരുന്നാലും കിസിംഗ് സീൻ ആയിരുന്നാലും അതുപോലെ ഇന്റിമസി സീൻസ് ആയിരുന്നാലും എല്ലാം വന്നിട്ട് ആ ഒരു സിനിമയുടെ ഭാഗമാകുന്നുണ്ട്. അതുകൊണ്ട് അത് ഹീറോയിൻസുകളും ചെയ്യാൻ തയ്യാറാണ്. അപ്പൊ ഞാനും ഒരുപാട് ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട്, കഥയ്ക്ക് അനിവാര്യമാണെങ്കിൽ ഞാനും അത് ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ ഒരിക്കലും എന്റെ കംഫർട്ടബിൾ ലെവൽ വിട്ട് ഞാൻ ചെയ്യില്ല. ഒരുപാട് ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, എനിക്ക് കംഫർട്ടബിൾ ആയിരിക്കണം ഞാൻ ചെയ്യാൻ. അപ്പൊ ഞാനിത് ഫോട്ടോഷൂട്ടിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പെർമിഷൻ ഇല്ലാതെ ഷൂട്ട് ചെയ്തു. അതായത് ആക്ച്വലി ഷൂട്ട് ചെയ്തപ്പോഴത്തേനും എൻ്റെ അടുത്ത് പറഞ്ഞു ഈ ഫോട്ടോ ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞു. ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ അത് വലിയ ഒരു മാഗസീനിൽ വലിയതായിട്ട് തന്നെ പബ്ലിഷ് ചെയ്ത് വന്നു. അപ്പൊ ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞതിന് ശേഷം, ഓറലി പറഞ്ഞ ശേഷം, ഒന്നും എഴുതി എവിടെയെങ്കിലും തന്നിട്ടില്ല, പക്ഷെ എന്നിരുന്നാലും ഒരാൾ പറഞ്ഞ ഒരു വാക്കുണ്ടല്ലോ, ആ വാക്ക് പാലിക്കാതെ വന്നപ്പോൾ അത് എനിക്ക് ഇറിറ്റേറ്റ് ആയി. അപ്പൊ ഞാനത് പിന്നെ നെഗ്ലിജൻസ് ചെയ്തു. പക്ഷെ എന്റെ ചേച്ചിയാണ് അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, ഒരാൾ വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കണം എന്നുള്ള രീതിയിൽ പിന്നെ അത് ഫേസ്ബുക്കിൽ ഒരു ചർച്ചയാക്കി അങ്ങനെ പിന്നെ ആൾക്കെതിരെ പിന്നെ കുറേ പിന്നെ നമ്മുടെ ഭാഗത്ത് സംസാരിക്കാനും കുറേ ആൾക്കാർ, മോശമായിട്ട് സംസാരിക്കാനും കുറേ ആൾക്കാർ, ജെന്യൂൻ ആയിട്ട് ഡിപ്ലോമാറ്റിക് ആയിട്ട് സംസാരിക്കാനും കുറേ ആൾക്കാർ, അങ്ങനെ
അങ്ങനെ ആ ടോപ്പിക് ഭയങ്കര വൈറലായി, അതൊരു ന്യൂസ് ആയിരുന്നു. അതൊരു ഫാഷൻ മാഗസീനിലാണോ? അതൊരു ഫാഷൻ മാഗസീനിലായിരുന്നു ഫോട്ടോ വന്നത്. പക്ഷെ എനിക്ക് അത് ഇന്ന് കാണുമ്പോ എനിക്ക് അതൊരു ഒരു വിഷയമേ അല്ല. ഞാൻ അന്നും ഞാനത് വിഷയമാക്കി എടുത്തിട്ടില്ലായിരുന്നു. ഓക്കെ. അപ്പൊ ഇങ്ങനത്തെ കുറെ ഓരോ ഇതല്ലേ നമ്മൾ അറിഞ്ഞോ അറിയാതെ അന്നപ്പോ ആ ഫോട്ടോ എടുത്തപ്പോഴും ഒരിക്കലും അത് ഇങ്ങനെ എന്നെ വലിയ വലിയ ഗോസിപ്പ് വന്ന് എന്നെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ ഇതുവഴി കേട്ടതുവഴി കളയും. കാരണം അതിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു കാര്യം ചിന്തിക്കാനേ നമുക്ക് സമയം ഉണ്ടാവുള്ളൂ. നമ്മുടെ ജീവിതത്തിലോ നമ്മുടെ കരിയറിലോ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷനിലോ ഫോക്കസ് ചെയ്യാൻ നമുക്ക് സമയം ഉണ്ടാവില്ല. ഇങ്ങനെ ഇത്രയും ബോൾഡ് ആവാൻ പറ്റിയത് എങ്ങനെയായിരിക്കും? എന്റെ എക്സ്പീരിയൻസ് തന്നെയാണ്, എന്റെ അനുഭവം, പിന്നെ എന്റെ അച്ഛനും അമ്മയും തരുന്ന ഉപദേശങ്ങളും, എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന കുറെ സീനിയർ ആർട്ടിസ്റ്റുകളും ടെക്നീഷ്യൻസ്, അവരുടെ കൂടെയൊക്കെ ഞാൻ എപ്പോഴും ഷൂട്ടിംഗ് കഴിഞ്ഞാലും ഞാൻ പോയി കാരവാനിലിരിക്കുക, അങ്ങനെയല്ല, ഞാൻ പോയി എല്ലാവരുമായിട്ട് സംസാരിക്കും. അപ്പൊ സിനിമയെ കുറിച്ച് കൂടുതൽ നോളജ് എടുക്കുക. പിന്നെ ഏറ്റവും കൂടുതൽ ഒരു സെറ്റിൽ ബിഹേവ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്റെ അമ്മ തന്നെയാണ് എന്റെ ഗുരു. എല്ലാ കാര്യങ്ങളും A to Z കാര്യങ്ങളും എനിക്കറിയാം. നേരത്തെ മുതലേ ഞാൻ കാണുമ്പോ ആന്റിയുടെ കൂടെ ഞാൻ കാണുമ്പോൾ സ്വാതി ഉണ്ടാവും, നമ്മൾ സ്റ്റേജ് ഷോയിൽ പോകുമ്പോൾ ശ്രുതി ഉണ്ടാവും. നിങ്ങൾ രണ്ടുപേരെ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്തോണ്ട് ആന്റി ഇങ്ങനെ കൂടെ ഉണ്ടാവും. ഈ അമ്മക്കോഴി വന്നിട്ട് ഈ കുഞ്ഞുങ്ങളെ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാൻ നിൽക്കുന്ന പോലെ ഇങ്ങനെ രണ്ടുപേരെയും ആന്റി അങ്ങനെ നിങ്ങളുടെ കൂടെ ഇങ്ങനെ കൊണ്ടേ നടന്നുകൊണ്ടിരുന്നത്. ഇന്ന് ഇപ്പൊ അച്ഛനും അമ്മയും നാട്ടിൽ തന്നെ? അച്ഛനും അമ്മയും എല്ലാരും സുഖമായിട്ടിരിക്കുന്നു. ടച്ച് ലൈക്ക് എല്ലാരും നന്നായിട്ടിരിക്കുന്നു. ഇപ്പോഴും ഞാൻ എല്ലാ കാര്യങ്ങളും ചോദിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അച്ഛൻ തന്നെയാണ് ഫിനാൻസ് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നത്, അമ്മ തന്നെയാണ് ഡിസിഷൻസ് എല്ലാം എടുക്കുന്നത്. ചർച്ച ചെയ്തിട്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പൊ ഇതിലെ ചേച്ചി ഫാക്ടർ ഇപ്പൊ എന്ത് ചെയ്യുന്നു? ചേച്ചി ഇപ്പൊ എന്റെ കൂടെ വന്നിട്ട് എന്റെ ബിസിനസ് ഇതില് പാർട്ട്ണറാണ്. ക്രിയേറ്റീവ്. എന്താണ് ഈ ബിസിനസ്? അതും കൂടെ പറയൂ. എന്താണ് ഈ കുറെ നേരം ബിസിനസ് ചെയ്യുന്നുണ്ട് എന്ന് പറയണത്? ഞങ്ങളും കൂടെ അറിയട്ടെ. സംരംഭമാണ് ഞാൻ ചെയ്യുന്നത്. അത് വലുതായിട്ട് അങ്ങനെ പറയാനില്ല. ഒരു ഫാഷൻ സ്റ്റുഡിയോ ആണ്, ബൊട്ടീക്ക് ആണ്, ആർട്ട് സ്റ്റുഡിയോ എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്, അനോറ ആർട്ട് സ്റ്റുഡിയോ. It's connected to art. Everything is art. Makeup is an art. Photography is an art. ഡിസൈനിങ് ഈസ് ആൻ ആർട്ട്. സോ ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാം കണക്ട് ചെയ്തിട്ടുള്ള ഒരു ആർട്ട് സ്റ്റുഡിയോ ആണ്. നമുക്ക് ഫോട്ടോഷൂട്ടും എല്ലാം ചെയ്യാനുള്ള സ്റ്റുഡിയോ സ്പേസ് ഉണ്ട്. ഡ്രസ്സുകൾ റെന്റലിന് കൊടുക്കുന്നുണ്ട് ചാനൽസിലും. അതുപോലെ ചേച്ചി പെട്ടിരിക്കുന്ന പോലത്തെ ആങ്കേഴ്സിനൊക്കെ ഒരുപാട് ഡ്രസ്സുകളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്, സ്റ്റേജ് ഷോസിനും ആങ്കറിങ്ങിനും ഒക്കെ. ഡിസൈൻ ചെയ്യുന്നുണ്ട്, സെല്ലിംഗ് ചെയ്യുന്നുണ്ട്, റെന്റിങ്ങും ചെയ്യുന്നുണ്ട്. അപ്പൊ റെന്റ് ഔട്ട് ചെയ്യുമ്പോൾ കൂടുതൽ ആൾക്കാരും അതാണ് പ്രിഫർ ചെയ്യുന്നത്. അത് ചെന്നൈയില് സൈതാപേട്ടിലാണ് സ്റ്റുഡിയോ വരുന്നത്. പിന്നെ ഇപ്പോ അത് 1 year ആയി സ്റ്റാർട്ട് ചെയ്തിട്ട്, 1.5 year ആയി. ഇപ്പോ ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തത് ഡാൻസ് പ്രൊഡക്ഷൻ ആണ്. അത് ആത്രേയ ഡാൻസ് സ്റ്റുഡിയോ. അത് ഞാനും എന്റെ മാസ്റ്റർ ഗുരുവും കൂടി ചേർന്നിട്ട്, അരുൺ നന്ദകുമാർ മാസ്റ്ററും കൂടി ചേർന്നിട്ട്. അപ്പൊ ഞങ്ങൾക്ക് ഇതെല്ലാം വർക്ക് ചെയ്യാനായിട്ട് ക്രൂസ് ഉണ്ട്, ലൈക്ക് ടീമുണ്ട്. അപ്പൊ ഞാൻ അതിന്റെ എല്ലാം ഫൗണ്ടറായിട്ടും ഡയറക്ടറായിട്ടും ഉണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് സിനിമ അല്ലാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ള, പഠിച്ച കാര്യങ്ങൾ സംബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുള്ളത് മുൻപേ ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇതൊക്കെ ഞാൻ ചെയ്യുന്നത്. അപ്പം എല്ലാം കണക്റ്റഡ് ടു ആർട്ടാണ്. ലൈക്ക് എവറിത്തിങ് ഈസ് കണക്റ്റഡ് ടു സിനിമ, എവറിത്തിങ് ഈസ് കണക്റ്റഡ് ടു ഡാൻസിങ്, ആർട്ട്, മ്യൂസിക്, എല്ലാം കണക്റ്റഡ് ആണ്. ഒരു മ്യൂസിക് ആൽബം ഇടയ്ക്ക് പ്രൊഡ്യൂസ് ചെയ്തിരുന്നു, മിയ എന്ന് പറഞ്ഞിട്ട്. അത് റിലീസ് ചെയ്തു യുവൻ ശങ്കർ രാജയുടെ മ്യൂസിക് പ്ലാറ്റ്ഫോമിൽ. അതെ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇപ്പൊ ക്രിയേറ്റീവ് ഡയറക്ഷൻ ചെയ്യുന്നുണ്ട്. ഐ മീൻ ലൈക് ഷോസ് ഡയറക്ഷൻ പറയില്ല, അത് ചെയ്യുന്നുണ്ട്. അതിപ്പോ ദുബായിൽ വേൾഡ് ട്രേഡ് സെന്ററിൽ ഇൻഡോ അറബ് എക്സലൻസ് അവാർഡ് എന്ന് പറയുന്ന ബിസിനസ് സമ്മിറ്റ് പ്രോഗ്രാമിന്റെ ഷോ ഡയറക്ഷൻ ചെയ്തിരുന്നു. ആ സ്റ്റേജിലാണ് നമ്മുടെ ബ്രാൻഡിന്റെ ലേബലും ലോഞ്ച് ചെയ്തത്. അപ്പൊ ഭയങ്കര ആ ഒരു ലെവലിലേക്ക് വളർന്നു കഴിഞ്ഞിരിക്കുന്നു, നെക്സ്റ്റ് ലെവലിലേക്ക് കയറി കഴിഞ്ഞിരിക്കുന്നു. നെക്സ്റ്റ് ലെവലിലേക്ക് കയറിയതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറയാം ചേച്ചി, നമുക്ക് ആരടുത്തും പോയി ഇങ്ങനെ താങ്ങി തൊഴുതു നിൽക്കേണ്ട ഒരു കാര്യം വരുന്നില്ല. അത് കരിയറിന്റെ സ്റ്റാർട്ടിങ് തൊട്ടേ അങ്ങനെയാണ്. ഞാൻ അങ്ങനെ ഒരു കാര്യത്തിനും അങ്ങനെ ഫോൾ ഓഫ് ചെയ്യുകയോ അല്ലെങ്കിൽ ഫോൾ ഇൻ ആവുകയോ അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്യുകയോ അങ്ങനെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സോണിലാണ് ഞാൻ നിന്നിട്ടുള്ളതും വർക്ക് ചെയ്തിട്ടുള്ളതും എല്ലാം. അത് ശരിക്കും എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല അല്ലേ? വളരെ കുറച്ചു പേർക്കാണ്. വേറൊരു കാര്യം കൊണ്ട് ഞാൻ പറയാനിലേക്ക്, നമ്മൾ എന്താവണമെന്നുള്ളത് നമ്മളാണ് ചിന്തിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മളാണ് തീരുമാനിക്കേണ്ടത് നമുക്ക് എന്ത് വേണം എന്നുള്ളത്. എന്റെ അച്ഛൻ എപ്പോഴും പറയാറുണ്ട്, നിന്റെ പ്രൈവറ്റ് സ്പേസിലേക്ക് നീ ആരെയും കടത്താതെ നിന്റെ പ്രൈവറ്റ് സ്പേസ് ആരും ദുരുപയോഗം ചെയ്യില്ല എന്നുള്ളത്. അതായത് നിന്റെ റൂമിന്റെ ഡോറിന്റെ ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. ഇഫ് സംബഡി ഈസ് നോക്കിംഗ് യുവർ ഡോർ, only if you open, only that person will come inside. അത് കഴിഞ്ഞതിന് ശേഷം അവർക്ക് അവിടെ വന്നിരുന്ന് പ്രൈവറ്റ് സ്പേസ് കൊടുത്തതിന് ശേഷം പിന്നെ അത് സംഭവിച്ചു എന്ന് ഒരിക്കലും പറയരുത് എന്ന് എന്റെ അച്ഛൻ പറഞ്ഞതാണ് എൻ്റെ അടുത്ത്. അപ്പൊ അതുപോലെ ഞാൻ അത് എപ്പോഴും ഓർക്കാറുണ്ട്. ഇഫ് സംബഡി ഈസ് ലൈക്ക്
എന്താ പറയാ നമ്മള് ഒരു ബാഡ് ഐസിലൂടെ കാണുന്നുണ്ടെങ്കിൽ അത് തിരിച്ചറിയാൻ പറ്റണം. ബാഡ് ടച്ച് ഉണ്ടെങ്കിൽ അത് തിരിച്ചറിയാൻ പറ്റണം. അല്ലെങ്കിൽ ബാഡ് അറ്റ്മോസ്ഫിയർ ഉണ്ടെങ്കിൽ അത് തിരിച്ചറിയാൻ പറ്റണം. നോ എന്ന് പറയേണ്ട സ്ഥലത്ത് നോ എന്ന് പറയണം. അപ്പൊ അതൊക്കെ എനിക്ക് കുറെ കാര്യങ്ങൾ എന്റെ അച്ഛനും അമ്മയും തന്ന ഉപദേശങ്ങളൊക്കെ കുറെ സ്ഥലത്തൊക്കെ ഞാൻ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പറഞ്ഞതുമായിട്ട് ഞാനൊന്ന് കണക്ട് ചെയ്യാണ്. ഇപ്പൊ തന്നെ നമ്മുടെ ഈ ഹേമ കമ്മിറ്റി, നമ്മുടെ ഇപ്പൊ നടക്കുന്ന ഇഷ്യൂലൊക്കെ ഇപ്പൊ പല പെൺകുട്ടികളും പറയണത് അവർക്ക് ആ ഒരു സമയത്ത് ചിലർക്ക് റിയാക്ട് ചെയ്യാൻ ഇപ്പം ഇനേക്ക് ആ ഒരു ബോൾഡ്നെസ് അല്ലെങ്കിൽ ആ ഒരു കറേജ്, ധൈര്യം ഉണ്ടായിട്ടുണ്ട് അല്ലെ. അത് ഒരുപക്ഷെ ഗ്രൂമിങ്ങിന്റെ ഭാഗമാണ്. അച്ഛനും അമ്മയും കറക്റ്റ് ആയിട്ട് പറഞ്ഞു തന്നതുകൊണ്ട് ആ ഒരു സ്ട്രെങ്ത് ഉണ്ട് ബാക്കിൽ നിന്നും. അവരുടെ ആ ഒരു സ്ട്രെങ്ത് ഉള്ളത് കൊണ്ടായിരിക്കാം എനിക്ക് കറക്റ്റായിട്ട് അവിടെ എല്ലായിടത്തും നോ പറയാൻ പറ്റിയത്. ഇന്നിപ്പോൾ പല പെൺകുട്ടികളും ഇപ്പോൾ റേസ് ചെയ്യണത് അവർക്ക് ആ സമയത്ത് അത് പേടിയായിരുന്നു. മറ്റുള്ളവർ എന്ത് വിചാരിക്കും, ഈ സമൂഹം എന്ത് തന്നെ വിചാരിക്കും, ഇങ്ങനെ പേടിച്ചിട്ട് അവർ പലതും പറഞ്ഞില്ല. എന്നിട്ട് ഇന്നിപ്പോൾ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഇപ്പോൾ അവർ കുറച്ചും കൂടെ ഈ ഇയേഴ്സ് കഴിഞ്ഞപ്പോൾ അവർക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വന്നു, ഒരു ധൈര്യം വന്നു. ഇന്നാണ് അവർ പലരും ഓപ്പൺ അപ്പ് ആവുന്നത് എന്നുള്ളത്. അപ്പൊ ഈ പറയുന്നതിനോടുള്ള അതിനോട് സോഷ്യൽ മീഡിയ അത്ര വലിയ ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടില്ല. ഇന്ന് സോഷ്യൽ മീഡിയ ഒരുപാട് ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട്. കാരണം എന്തും തുറന്ന് പറയാൻ നമുക്കിന്ന് മീഡിയ ഉണ്ട്, പല പല മേഖലകളുണ്ട്, ഫോൺ, എല്ലാവരുടെ കയ്യിലും ഫോൺ ഉണ്ട്. അതുപോലെ വാട്സപ്പ് പോലത്തെ ഉള്ള പെട്ടെന്ന് ന്യൂസുകൾ ലീക്ക് ചെയ്യാനും അതുപോലെ പെട്ടെന്ന് കാര്യങ്ങൾ പറയാനുമുള്ള ആപ്സ് ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉള്ളത് കൊണ്ടായിരിക്കണം അന്ന് വന്നിട്ട് നമ്മളുടെ ഐ തിങ്ക് എനിക്ക് കുറച്ചുകൂടെ ഒരു 10-15 ഇയേഴ്സ് ബാക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ ഈ ലാപ്ടോപ്പും കമ്പ്യൂട്ടറും മൊബൈലും ഒക്കെ എന്റെ സ്കൂൾ ജീവിതത്തിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കുറെ കഴിഞ്ഞിട്ടാണ് കാണുന്നത്. അപ്പം ആ ഒരു എന്താ പറയാ ഒരു ഇമ്പാക്റ്റ് വന്നിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഒരുപാട് ചേഞ്ചസ് വന്നതിന് ശേഷം, ഈ ഗാഡ്ജറ്റ്സ് ഒക്കെ വന്നതിന് ശേഷമാണ് ഇപ്പം ഒരുപാട് ആൾക്കാർക്ക് അത് തുറന്നു പറയാനായിട്ട് ഉള്ളൊരു അവസരമുള്ളത്. അന്ന് അത് റിയാക്ട് ചെയ്യാനോ അത് പറയാനോ ഉള്ളൊരു അവസരം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഓരോരുത്തരും അവരുടേതായിട്ടുള്ള പേഴ്സണൽ ഇൻസിഡന്റ് എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. അപ്പൊ അത് ഓരോരുത്തരും വ്യക്തിപരമായിട്ട് നടന്ന ഓരോ സാഹചര്യങ്ങൾ, സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ നടന്ന കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പൊ അതില് കുറെ പേർക്ക് മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായതാണ് അവര് ഓപ്പൺ അപ്പ് ചെയ്യുന്നത്. ഇപ്പോഴാണ് അതിനുള്ള ഒരു പ്ലാറ്റ്ഫോം ഓപ്പൺ ആക്കി കിട്ടുന്നത്. അതുകൊണ്ടായിരിക്കണം ഇപ്പൊ പറയുന്നത്. മാത്രല്ല ആ ഒരു ധൈര്യം കിട്ടുന്നതും ഈ കുറെ കഴിയുമ്പം ഇപ്പം ഇങ്ങനെ പറഞ്ഞാൽ ഓക്കെ എനിക്കൊന്നും ഇനി പറ്റാനില്ല, അല്ലെങ്കിൽ എനിക്ക് ധൈര്യം കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ വലിയ ബോൾഡ് ആയിട്ടുള്ള ഒരാളൊന്നും അല്ല. ഇപ്പോഴാണ് റീസെന്റ് ആയിട്ട് നന്നായിട്ട് സംസാരിക്കാനൊക്കെ പഠിച്ചത്. നമ്മൾ എന്തെങ്കിലും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ബസ്സിൽ ട്രാവൽ ചെയ്തിട്ടുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ബാഡ് ടച്ചും ഗുഡ് ടച്ചും ഒക്കെ കിട്ടിയിട്ടുള്ള ഒരാളാണ്. അപ്പം നമ്മളെ ഒരാൾ നോക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ തൊട്ടടുത്ത ഒരാൾ വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മളെ സമീപിക്കുമ്പോഴോ നമ്മുടെ കൂടെ സംസാരിക്കുമ്പോൾ നമ്മുടെ കൂടെ ഇരിക്കുമ്പോൾ എന്തായിരിക്കും അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് തിരിച്ചറിയാൻ ഏത് പെൺകുട്ടിക്കും പറ്റും. എല്ലാം സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം എന്നെ അത് ചെയ്ത് ഇത് ചെയ്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഇപ്പൊ നാളെ എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളത് എനിക്കും അറിയില്ല. ഇറ്റ്സ് അൺനോൺ. ബട്ട് ഞാൻ പറയുന്ന വെച്ചാൽ ഒരു പരിധി വരെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഒഴിവാക്കാൻ പറ്റും. അതിനുള്ള ബോൾഡ്നെസ് പെൺകുട്ടികൾക്ക് പൊതുവേ ഉണ്ട്. യെസ് എന്ന് പറയാനും നോ എന്ന് പറയാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ലൈക്ക് ചില കാര്യങ്ങളൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ഇൻസിഡന്റ് ആണ്. ലൈക്ക് അവർക്ക് സംഭവിച്ച കാര്യങ്ങൾ. ഇപ്പൊ നടക്കുന്ന കാര്യത്തിൽ ചിലതിലൊക്കെ യുക്തിയുണ്ട്, ചിലതിൽ യുക്തിയില്ല, ചിലത് വെറുതെ പറയുന്നു, ചിലത് എന്ത് വിളിച്ചു പറയാം എന്ന രീതിയിലും പറയുന്നുണ്ട്. അപ്പൊ ഞാൻ അതിലൊന്നും ബാധിക്കപ്പെട്ടിട്ടില്ല. ഗോഡ്സ് ഗ്രേസ്, എനിക്ക് യാതൊരു അനുഭവങ്ങളും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അങ്ങനെ പറയാനും ഉള്ള ഇൻസിഡൻസോ അല്ലെങ്കിൽ ടോപ്പിക്സോ ഇല്ല. ഐ ഫെൽറ്റ് ലൈക്ക് സിനിമ ഇൻഡസ്ട്രി ഇസ് ദ മോസ്റ്റ് സേഫസ്റ്റ് ഇൻഡസ്ട്രി ടു വർക്ക് എന്ന് ഞാൻ പറയും. ലക്കി യു. അത് അല്ല, 150 ആൾക്കാരോളം നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. നമുക്ക് എന്ത് സംഭവിച്ചാലും നോക്കാനായിട്ട്. ഫുഡ് വേണോ, ജ്യൂസ് വേണോ, കുറെ അമ്പർല വെടികളോ, കാലിൽ കൊലുസിടാൻ തന്നെ നമ്മളെ അസിസ്റ്റൻസുകൾ നമുക്ക് ചെരുപ്പിട്ട് തരാനും കൊലുസിട്ട് തരാനും ഒക്കെ ഉണ്ട്. അപ്പൊ അത്രയും കെയർ ചെയ്യുന്ന ഒരു ഫീൽഡാണിത്. പക്ഷെ അത് ദുരുപയോഗിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അത് ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. വേറെ കുറെ നെഗറ്റീവ് ആയിട്ടുള്ളത്, കുറെ ബ്ലാക്ക് എന്താ പറയാ, അതിന് ഒരു കുറെ കാര്യങ്ങൾ, മോശമായിട്ടുള്ള കാര്യങ്ങൾ, നീചമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ അത് കുറെ നല്ല ആൾക്കാരെയും കൂടി അത് ബാധിക്കുന്നുണ്ട്. അതാണ് 100 ഒരെണ്ണം കേട് ഉണ്ടെങ്കിൽ തന്നെ മറ്റേതിലെല്ലാം ബാധിക്കുമെന്ന് പറയുന്നത് പോലെ അല്ലെ. എന്തായാലും ഇനയ, വർഷങ്ങൾക്ക് ശേഷം നമുക്ക് ഇങ്ങനെ ഒരുമിച്ച് ഇന്ന് കാണാൻ പറ്റി, ഇങ്ങനെ കുറെ വിശേഷങ്ങൾ പറയാൻ പറ്റി, ഇനയുടെ കുറെ പുതിയ നല്ല വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകരിലേക്ക് ഷെയർ ചെയ്യാൻ പറ്റി. ജസ്റ്റ് കീപ് ഗോയിങ് ഇതേപോലെ തന്നെ, അല്ലെങ്കിൽ ഇതിനെക്കാട്ടിലും ബെറ്റർ ആയിട്ട് നല്ല രീതിയിൽ പോകാൻ പറ്റട്ടെ. ഇനിയും ദൈവത്തിന്റെ
ദൈവത്തിന്റെ വലിയൊരു അനുഗ്രഹമുള്ള കുട്ടിയാണ്. അപ്പൊ അത് അതേപോലെ തന്നെ പോവാൻ പറ്റട്ടെ. സിയു. അപ്പൊ ഉടനെ തന്നെ നമുക്ക് അടുത്ത നല്ലൊരു ഇനി ഒരുപാട് സിനിമകൾ വരുന്നുണ്ട് മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ഒക്കെ ആയിട്ട്. അപ്പം സിനിമയിൽ തന്നെ സജീവമായിട്ട് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളും കൂടിയാണ്. ഈ പറയുന്ന പോലെ നല്ല കഥാപാത്രങ്ങൾ തേടിയെത്തട്ടെ. അപ്പോ അതെ, പ്രേക്ഷകരാണ് ഇപ്പം ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നത്. ഇപ്പൊ ഏതാണ് വിശ്വസിക്കേണ്ടത്, ഏതാണ് അവിശ്വസിക്കേണ്ടത് എന്നുള്ളത്. അപ്പൊ അതൊക്കെ മാറും. കാരണം ഈ ഓരോ കാലഘട്ടത്തിൽ ഓരോന്ന്, എന്താ പറയാ, കലിയുഗത്തിൽ ഓരോ സംഭവങ്ങളൊക്കെ നടക്കുമെന്ന് പറയില്ല, അതുപോലെ ഒരു സംഭവമാണ് ഇതും. എല്ലാം കലങ്ങി തെളിഞ്ഞ് വീണ്ടും നല്ല രീതിയിലാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓണത്തിന് ഒരുപാട് നല്ല സിനിമകളൊക്കെ റിലീസ് ഉണ്ട്. അപ്പോൾ വലിയ വലിയ സിനിമകളുടെ കൂടെ ഈ ഒരു ചെറിയ സിനിമ ഗാങ്സ് ഓഫ് സുകുമാരക്കുറുപ്പ് റിലീസാണ്. അപ്പോൾ ഈ പടം കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. എൻ്റെ എല്ലാവർക്കും ഓണാശംസകൾ. താങ്ക് യു വിനയ. ഹാപ്പി ഓണം. താങ്ക് യു ചേച്ചി. ഹാപ്പി ഓണം.